ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയിരുന്നു കേട്ടാ. ഇന്ന് ഞായറാഴ്ച നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ച് കറി വെക്കാൻ പോവാ. അത് നമുക്ക് കുറച്ച് ബീഫ് കറി വെക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ. വാ, ഇന്ന് ബീഫ് വാങ്ങിക്കാൻ പോയി. രാവിലെ അച്ചു പോയി ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ബീഫ് കറി വെക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ബീഫ് കറി വെക്കാൻ പോട്ടാ. അതിന് ഉള്ളിയൊക്കെ കുറച്ച് അരിഞ്ഞ് വെച്ച്. അച്ഛൻ ബീഫ് മേടിച്ചുകൊണ്ട് വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. വിളിച്ചു പറഞ്ഞതാ ബീഫാ മേടിച്ചത്. സാധാരണ ചിക്കൻ ആയിരിക്കും. ഇന്ന് വിളിച്ചു പറഞ്ഞു ബീഫാ മേടിച്ചതെന്ന്. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാം. സവാള, കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് ഞാൻ ചെറിയ ജാറിനകത്തിട്ട് കുറച്ച് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ചവച്ചെടുക്കാൻ ഉള്ള എന്തരില്ലാത്തതുകൊണ്ട് കുറച്ച് അരച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അതിനകത്തോട്ട് അരിഞ്ഞിടുക കേട്ടോ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് മൂന്നും കൂടെ അങ്ങ് അടിച്ച് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അടിച്ചെടുത്താണ് ഈ കാണുന്നത്. മൂന്നും കൂടെ അരച്ച് മിക്സിക്കകത്ത് ചെറിയ ജാറിനകത്തിട്ട് അടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇച്ചിരി ഗരം മസാലപ്പൊടിയല്ല, ഗരം മസാലയുടെ മറ്റേ പെരുംജീരകമില്ലേ, പെരുംജീരകം മാത്രം ഇട്ട് പൊടിച്ചത്, അതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുത്തതാട്ടോ. അല്ല പച്ചയ്ക്കും ഇടും. പിന്നെ ബീഫ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി. അങ്ങനെ ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകും. 3-4 വെള്ളത്തിൽ കഴുകിയാൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോത്തോളൂ. അത് കഴിഞ്ഞ് നമ്മൾ കുക്കർ കൊണ്ട് അടുപ്പിലോട്ട് വെച്ച് അതെടുത്ത് കമത്തുന്നുണ്ടോ, അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു, അതങ്ങ് പോകാൻ വേണ്ടി എടുത്ത് കമത്തിയാട്ടാ. അങ്ങനെ കുക്കറൊക്കെ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ കുക്കർ ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. കുക്കറിനകത്താട്ടാ ഞാൻ വെച്ചത് ഇന്ന്. അല്ലാതെയും വെക്കും. ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കർ വെക്കുക ആണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിലിട്ട് പെട്ടെന്ന് അങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എണ്ണ ചൂടായപ്പോഴത്തേക്ക് കുറച്ച് കടുകിനെ എടുത്ത് ഗിടുകിട ഇട്ടു. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടു. അപ്പൊ അച്ചു എവിടുന്നോ വന്ന് കഥ പറയുക. ബാക്കിൽ നിന്ന് കഥ പറയുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലോട്ട് വന്നില്ലേ, കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അരച്ച് വെച്ചിരുന്ന എല്ലാം കൂടെ തട്ടിയിട്ട് തവി തിരക്കി പോവാട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് തവി എടുത്തില്ലെന്ന്. അങ്ങനെ തവി എടുത്തോണ്ട് വന്നു. അതിനെ ഇട്ട് ഇളക്കുന്നത് കണ്ടു. ഇളക്കി ചൂടടിക്കുക. എൻ്റെ കൈക്ക് ചൂടടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. എൻ്റെ കൈ മൊത്തം പൊള്ളിയിരിക്കും കേട്ടോ. കുറെ പൊള്ളലായി. ഇങ്ങനെ പൊള്ളി ഏത് സമയം അടുക്കളയിൽ കയറിയാലും എവിടെയെങ്കിലുമൊക്കെ മുറിയും. അപ്പൊ വഴി കൂടെ ആരോ പോകുന്നു. അച്ചുവിനെ അറിയാവുന്ന ആരണ്ടാന്ന് പറയുന്നതായിട്ട്. അങ്ങനെ അച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു നോക്കുന്ന, ആണോ അല്ലയോ എന്ന്. അങ്ങനെ നമ്മൾ കുക്കറിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, കറിവേപ്പിലയും കൂടി ഇട്ട് മിണുങ്ങ് വരുന്ന കണ്ടു. വെണ്ണ ബ്ലിങ്ക് നിൽക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി, തക്കാളി, ചെറിയ ഉള്ളി, സവാളയും തക്കാളിയും കൂടെ കേട്ടോ. പിന്നെ അതിനകത്ത് 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടതുകൊണ്ട് ഇതെല്ലാം കൂടെ നമ്മളങ്ങ് കുക്കറിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കാന്ന് വിചാരിച്ച്. ഇത് ഞാൻ ഇങ്ങനെ കറി വെക്കാൻ പഠിച്ചത് എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളേക്ക് ഇതെല്ലാം ഓരോ ചേച്ചിമാര് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതൊക്കെ സത്യമാണ്. നമ്മളൊക്കെ ഈ കുക്ക് ചെയ്യുന്ന സമയത്തും പാചകമൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതാണ് ഓരോരുത്തർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളായിരുന്നു കൂടുതലും. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഒന്നും. ഇതെനിക്ക് എന്നാ ചേച്ചി പറഞ്ഞു തന്നതാട്ടോ. ഇങ്ങനെ ബീഫ് കറി വെക്കാന്ന്. പെട്ടെന്ന് കുക്കറിനകത്താക്കി അങ്ങ് ബീഫ് കറി വെക്കാം, വലിയ റിസ്ക് ഒന്നുമില്ല എന്നുള്ളത്. അങ്ങനെ അന്നത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അച്ചുവിന് തിരക്കി പോയ ആൾ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ അയാൾ ആരാന്നൊക്കെ എനിക്ക് പറഞ്ഞു തരും കേട്ടോ. ഏതോ ഒരു കട നടത്തുന്ന ആളാ. അയാൾ താഴെ ബേബിയമ്മയുടെ വീട്ടിൽ അങ്ങോട്ട് എന്തോ കാര്യത്തിന് പോയത്. അങ്ങനെ അയാൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അച്ചു അയാളുടെ വീട്ടിൽ കാണാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ വായ്ക്കകത്ത് നിറച്ച് കുരുപ്പാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഗുളിക കഴിച്ചതാ. ഗുളിക കഴിച്ചപ്പം അത് അതിനേക്കാളും വലിയ മെനക്കേടായി. വായിലെല്ലാം കുരുപ്പ്. അങ്ങനെ വാ മൊത്തം കുരുപ്പ്, ചുണ്ടെല്ലാം പൊട്ടി വാരി. അങ്ങനെ ബി കോംപ്ലക്സിന്റെ ഗുളിക വാങ്ങിച്ചുകൊണ്ട് വന്ന് അച്ഛൻ ഈ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ. അങ്ങനെ അത് കഴിച്ചതാ. അപ്പോഴത്തേക്ക് ഇത് സവാളയും കൊച്ചുള്ളിയും തക്കാളിയൊക്കെ ഈ പരുവായി. ഞാൻ കുറച്ചേ വാട്ടത്തോളൂ കേട്ടോ, അധികം അങ്ങ് വാട്ടത്തില്ല. കുക്കറിൽ ഇരുന്ന് അങ്ങ് വേവാനുള്ളതല്ലേ. അതുകൊണ്ട് അങ്ങ് ഒത്തിരി അങ്ങ് വാടുന്നത് വരെ നിൽക്കത്തില്ല, ഒന്ന് വാടും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബീഫ് കഴുകി വെച്ചിരിക്കുന്ന വാരി അതിനകത്തോട്ടിടാം. ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാ നേരത്തെ. അത് വാരി അതിനകത്തോട്ടിട്ട് വെള്ളം അങ്ങ് തോത്തിക്കളയാനൊന്നും വെച്ചിരിക്കത്തില്ല ഞാൻ. ബീഫ് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞങ്ങ് വെച്ചിരിക്കത്തേ ഉള്ളൂ. അതിനകത്തിട്ടൊന്ന് കുറച്ച് നേരം വെള്ളം ഇതാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യും. കുറച്ച് സമയം അതിനകത്ത് ഇട്ടിരിക്കും. പെട്ടെന്ന് അങ്ങ് അരപ്പെടത്തില്ല. ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ഇട്ടിരിക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നു.
പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. 2-3 വെട്ടമായിട്ടാണ് തിളപ്പിച്ച് മാറ്റുന്നത്. വെള്ളം ഒരുപാട് വേണേ. ഇവിടെ ഗൗരിക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ആയി, പനിയായി. പിന്നെ ചോറ് രാവിലെ അടച്ചിട്ടിരുന്ന അതിനകത്ത് തന്നെ വെള്ളം വെച്ചത്. കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് വെള്ളം ഇനി ബാക്കിയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ചതാണ്. പിന്നെ വന്ന് വീണ്ടും ഒന്നും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് പൊടികളെല്ലാം ഇല്ലേ, പൊടിച്ചു വെച്ചിരുന്ന പൊടികൾ, വറുത്ത് വെച്ചിരുന്ന പൊടികളെല്ലാം കൂടെ എടുത്തിട്ടു ഒന്നും കൂടെ ഇളക്കി, നന്നായിട്ട് അങ്ങ് ഇളക്കി. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിക്കുക ചെയ്യുന്ന. അത് വേവിക്കാൻ ഒരു 10-20 മിനിറ്റ് അങ്ങ് നന്നായിട്ട് അടച്ചു വെച്ചിരിക്കും. അത് ഒത്തിരി അങ്ങ് ഫിസിലിട്ട് അങ്ങ് അടിച്ചങ്ങ് കേൾപ്പിക്കത്തില്ല. 1-2 ഫിസിലൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു മീഡിയം പരുവത്തിൽ അങ്ങ് വെച്ചിരിക്കും. സ്റ്റൗ ഒരു മീഡിയം പരുവത്തിൽ വെച്ചിരുന്ന് കുറച്ച് സമയം അങ്ങനെ അങ്ങ് ഇരിക്കും. അല്ലാതെ അങ്ങ് ഫിസിൽ അടുപ്പിച്ച് അങ്ങ് നിൽക്കത്തില്ല. ഒരു മീഡിയം പരുവത്തിൽ ഒരു 10-20 മിനിറ്റ് അങ്ങ് വെച്ചിരിക്കും. 1-2 ഫിസിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മീഡിയം പരുവത്തിലാക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി. കുറച്ചും കൂടെ ഉപ്പിട്ട് പിന്നെ നമ്മൾ കുക്കർ അങ്ങ് അടച്ച് മീഡിയം പരുവത്തിലാക്കി വെച്ച്. ഇനി നമുക്ക് കപ്പ വെട്ടാം. ചീനി, ഞങ്ങളുടെ നാട്ടിൽ ചീനി എന്ന് പറയണം. എല്ലാ നാട്ടിലും എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചില നാട്ടിൽ കപ്പ എന്ന് പറയും, ചില നാട്ടിൽ ചീനി എന്ന് പറയും, ചില നാട്ടിൽ എന്തൊക്കെയോ പറയും. അപ്പൊ നമ്മൾ ചീനി ഇങ്ങനെ കുത്തി കുത്തി എരിയും. നമ്മളിവിടെ കുത്തി എരിഞ്ഞിട്ട് അതിന്റെ ആ നടുക്കത്തൊരു ഇത് കാണുമല്ലോ, വേര് പോലത്തെ ഭാഗം, അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡ് കൊത്തിയൊക്കെ അരിയുന്നത്. ഈ ചീനി മൊത്തം തടിയായിരുന്നു കേട്ടോ, മൊത്തം വേസ്റ്റ് ആയിരുന്നു. അതിനകത്ത് ഒരു കുന്തവും ഇല്ലായിരുന്നു. 1.5 കിലോ ചീനി എങ്ങാണ്ട് മേടിച്ചോണ്ട് വന്നേ, അതിനെ കുറച്ചെങ്ങാണ്ടേ കിട്ടുള്ളൂ. നമ്മളെങ്ങാണായിരുന്നെങ്കിൽ അച്ഛൻ നമ്മളെ ഓട്ടിച്ചിട്ട് തല്ലിയേനെ. വെട്ടി മേടിച്ചുകൂടായിരുന്നോ, നോക്കി മേടിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ആകെപ്പാട് കിട്ടിയത് ഇത്രയാ, ബാക്കി വേസ്റ്റ് ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എവിടുന്നോ 2 കുരുപ്പുകൾ വന്ന് അവിടെ കിടന്ന് അടി കൂടുന്നുണ്ട്. എന്തോ പറഞ്ഞ് അവിടുന്നേ വന്നതാ, ഹാളിൽ നിന്ന് വന്ന് അടുക്കള വരെ എത്തി അടി കൂടൊക്കെ. ഏത് സമയവും ഇതൊക്കെ തന്നെ ഇവിടെ ജോലി. സ്കൂൾ അടച്ചു നിന്ന് ഇതൊക്കെ തന്നെ. അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ നിലവിളിക്കും, തീരും. പിന്നെ ആ കുക്കറി വെച്ച് ചീനി വേവിച്ച്. ഞാൻ കുക്കറി വെച്ചാട്ടോ ചീനി വേവിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങ് വെന്ത് കിട്ടും. അഥവാ വേവാത്ത ചീനിയാണെങ്കിലും പെട്ടെന്ന് ഇങ്ങ് വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറി വെക്കുന്നത് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടിട്ട് നന്നായിട്ട് അങ്ങ് ഞെക്കി ഉടച്ചെടുത്തു. ഇത്രേ ചെയ്യത്തുള്ളൂ. വേറെ തേങ്ങയൊക്കെ ഇടുമായിരുന്നു. തേങ്ങയൊക്കെ എന്താ വില, മഞ്ഞപ്പൊടി ഒരു ശകലം കൂടിപ്പോയി, അതുകൊണ്ട് ഒരു ഭയങ്കര മഞ്ഞ കളർ. അപ്പോഴത്തേക്ക് ഇറച്ചി ആയി, ഒരുവിധം വെന്ത്. അപ്പൊ കുറച്ച് ഇറച്ചി കറി ഞാനിങ്ങനെ എടുത്ത് മാറ്റിയിട്ടാ, കാരണം നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ ഒരു കല്യാണത്തിനൊക്കെ പോകണം. അപ്പൊ രാവിലെ ജോലിയും കഴിയുമല്ലോ. പിന്നെ പിള്ളേർക്ക് രാവിലെ സ്കൂളിലും കൊടുത്തു വിടാനാവും. അല്ലെങ്കിലും കുറച്ച് അധികം ഉണ്ടായിരുന്നു ഇറച്ചി, അതുകൊണ്ട് കുറച്ച് എടുത്ത് മാറ്റി വെച്ചത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ട്. പണ്ടൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ആകെ ഒരു ഞായറാഴ്ചയായിരുന്നു കിട്ടുന്നത് ഈ വൃത്തിയാക്കലിനും കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ വന്ന് മണപ്പിച്ച് നോക്കാൻ വന്നേട്ടാ, ടേസ്റ്റ് ഉണ്ടോ എന്ന്. മണത്തുമൊക്കെ തന്നെ അവനറിയാം. ഭയങ്കര കുക്കാന്ന് അവന്റെ വിചാരം. അങ്ങനെ എല്ലായിടവും തുടച്ച് പിറക്കിയൊക്കെ ഇട്ടാന്ന് വിചാരിച്ച് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് പോകുമ്പോഴേ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്തു തരാൻ ഉണ്ടാവുന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് വേണമായിരുന്നു ഈ വീടൊക്കെ വൃത്തിയാക്കാനും കുക്ക് ചെയ്യാനും എല്ലാം. എന്തൊരു വിഷമമെന്നറിയാം ആ സമയത്ത്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചായിരിക്കും വരുന്നത്, എന്നാലും വന്നാലും നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇപ്പൊ പിന്നെ സ്ഥിരം നമ്മൾ എപ്പോഴും വൃത്തിയാക്കുന്നത് കൊണ്ട് അങ്ങനെ വലിയ വൃത്തികേടായി കിടപ്പില്ല. ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ വീടൊക്കെ നാശമായി കിടക്കുമായിരുന്നേ. ആഴ്ച ഒരു ദിവസം ഇതിനൊക്കെ ഞായറാഴ്ച എല്ലാവരും ഒരു പറക്കലും ഒതുക്കലും ഒക്കെ. ആ ഒരു സമയമൊക്കെ ഭ്രാന്തെടുക്കുന്ന സമയം. പിള്ളേരുടെ കാര്യം നോക്കണം, പിന്നെ ആരെങ്കിലും സുഖമില്ല കിടക്കുന്നെങ്കിൽ അവിടെ പോകണം, കല്യാണം ഉണ്ടെങ്കിൽ അവിടെ പോകണം. എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു ദിവസം തീരും. പിന്നെ വീട്ടിലെ ഒരു കാര്യവും നടക്കത്തില്ല. ഇപ്പൊ അതൊക്കെ അനുഭവിക്കുന്ന എത്ര പേര് കാണുമല്ലേ. നമ്മളിപ്പോ അനുഭവിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ ഇഷ്ടം മാതിരി ജോലിയുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ എല്ലാം അടച്ചൊക്കെ വെച്ചിട്ട് തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. തൂത്ത് വൃത്തിയാക്കിയത് ഈ തുണി എടുത്ത് എപ്പോഴും ഞാൻ അടുക്കള ഇട്ടിരിക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കും. വെള്ളം വീണ് കഴിഞ്ഞാൽ ഞാൻ തന്നെ തെന്നി എവിടെയെങ്കിലും വീഴും. ഒന്നാമതെല്ലാം തേഞ്ഞ് ഒരു പരുവായിട്ടിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് വീണു പോയാൽ തീർന്ന്, പിന്നെ കഥ തകരും അതോടുകൂടി. കർട്ടൻ ഇടാം, അത്ര അവസ്ഥയിലായി. അങ്ങനെ തൂത്തൊക്കെ വൃത്തിയാക്കി നമ്മൾ അടുക്കളയൊക്കെ നീറ്റാക്കിയിട്ട് അങ്ങനെ ഇന്നത്തെ അടുക്കളപ്പണി ഒരുവിധം ഒതുങ്ങിയെന്ന് തന്നെ പറയാം. ശുഭം, അടുക്കളപ്പണി ശുഭം. കിടക്കുന്നുണ്ട്. ഞായറാഴ്ച ഒരു ദിവസം കിട്ടിയ എൻ്റെ കെട്ടിയവന് ഭയങ്കരമായ ക്ഷീണോ. സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കുക, TV ആണ്. ഈ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണെന്നേ. എൻ്റെ മോൻ്റെ മസിൽ കണ്ടോ, എല്ലാവരും ഒന്ന് കാണാം. അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മസിൽ കാണിച്ചു തന്നുണ്ട.
ഭയങ്കര മസിലാട്ടോ, ഭയങ്കര മസില്. അത് പറഞ്ഞപ്പോൾ അച്ചു എന്തോ കളിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.